ഒറ്റ പ്രാർത്ഥനയെ ഈ ദിവസക്കാലം വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ എളിമയും ശാന്തതയുള്ളതാക്കി മാറ്റണമേ. ഈശോ തന്നെ ഒറ്റുകൊടുത്തവനെയും തന്നെ തള്ളിപ്പറഞ്ഞവനെയും തന്നെ മാറിടം തകർത്തവരെയും തന്നെ ശിരസിൽ മുൾമുടി വെച്ചവരെയും തന്നെ ഉഴവുചാൽ കൊണ്ട് ഉഴുതു മറിച്ചവരെയും എല്ലാം യേശു സ്നേഹിച്ചില്ലേ? യേശു ചേർത്ത് പിടിച്ചില്ലേ? അവർക്ക് വേണ്ടി കാൽവരിയോളം യേശു സഹിച്ചില്ലേ? എല്ലാം അറിയാമായിരുന്നിട്ട് അത്രമാത്രം ഹൃദയത്തിന്റെ വിശാലതയോടുകൂടിയാണ് ഈശോ നമ്മെ സ്നേഹിച്ചത്. ഒന്ന് പ്രാർത്ഥിച്ചാലോ? തമ്പുരാനെ, ഈ ഹൃദയത്തിന്റെ വിശാലത എനിക്ക് താ. ബാക്കിയൊന്നും വളർന്നില്ലേലും എന്റെ ഹൃദയം വളരാൻ പറ്റിയ അത് മതി. സ്നേഹിക്കാൻ പറ്റും. ഹൃദയത്തിന്റെ വളർച്ച സ്നേഹത്തിന്റെ വളർച്ചയാണ്. വേറെ ഒരു വളർച്ച ജീവിതത്തിലുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് വളർന്നില്ല, ഭൗതികമായിട്ടും വളർന്നില്ല, നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വളർച്ച നിനക്ക് ഉണ്ടായിട്ടില്ല. വേണ്ട, കുഴപ്പമില്ല. എത്രയോ കുടുംബങ്ങള് വളരെ ദാരിദ്ര്യം പിടിച്ച് എത്രയോ കുടുംബങ്ങളിൽ ഞങ്ങൾ വൈദികരിൽ ചെല്ലുമ്പോ നല്ല സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് കിട്ടാത്തതിനപ്പുറം നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയാവോ? പരിശുദ്ധമായ സ്നേഹം, കുടുംബത്തിലുള്ള സ്നേഹവും അവർ പങ്കുവയ്ക്കുന്ന സ്നേഹവും അവർ കാണിക്കുന്ന വാത്സല്യവും അവരുടെ ആ ഒരു എളിമയും അവരുടെ ആ ഒരു നല്ല മനസ്സൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ, എത്രയോ മനോഹരമായ കുടുംബം, എത്രയോ സ്നേഹം തുളുമ്പി നിൽക്കുന്ന കുടുംബം. ഇവർക്ക് കാശില്ലെന്നേ ഉള്ളൂ, സമ്പത്തില്ലെന്നേ ഉള്ളൂ, സൗകര്യങ്ങളില്ലെന്നേ ഉള്ളൂ, കയറിക്കിടക്കാൻ നല്ലൊരു വീടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഹൃദയത്തിന്റെ വിശാലത ഇതൊക്കെ ഉള്ളവരെക്കാളും കൂടുതലാണ്. വലിയ വീടുണ്ടായിട്ടും ഹൃദയം ചുരുങ്ങി കിടക്കുന്ന എത്രയോ പേരുണ്ട്. വലിയ ആവോളം ഉണ്ടായിട്ടും ഹൃദയം ഇങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്, അല്ലെ? ഒരു രൂപ തന്റെ മുമ്പിൽ വരുന്ന പാവപ്പെട്ടവനെ സഹായിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. ആവോളുണ്ട്, തമ്പുരാൻ ആവോളം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൃദയം അടച്ചു പിടിച്ചിരിക്കുന്നവര്, കൺമുമ്പിൽ കിടക്കുന്ന തന്റെ പടിവാതിൽക്കൽ കിടക്കുന്ന ലാസറിന്റെ വേദന കാണാൻ പറ്റാത്ത രീതിയിൽ, നൊമ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം അടച്ചു പിടിച്ചിരിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. ഹൃദയത്തിന്റെ വിശാല ഹൃദയം തുറന്നു കിട്ടാൻ, ഹൃദയത്തിന്റെ മാലിന്യം, ഹൃദയത്തിന്റെ അശുദ്ധിയൊക്കെ കഴുകി വെടിപ്പാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഒറ്റ പ്രാർത്ഥനയെ ഈ ദിവസക്കാലം വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ എളിമയും ശാന്തതയുള്ളതാക്കി മാറ്റണമേ. നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തെ വലുതാക്കണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. തമ്പുരാനെ, നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തെ വലുതാക്കണമേ. ഇനിയും വളരേണ്ടതുണ്ട് നമ്മുടെ ഹൃദയങ്ങൾ. എത്രയോ ചുരുങ്ങിപ്പോയി, കാലം മുന്നോട്ട് പോയപ്പോ എത്രയോ ചെറുതായി പോയി നമ്മുടെ ഹൃദയം. നമുക്കറിയാം, ഇന്നലകളിൽ എന്തോരം ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്ന, ഇന്നലകൾ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ലേ? പഴയ കാലത്തിലേക്കും തിരിഞ്ഞു നോക്കിക്കേ. എല്ലാ ബന്ധങ്ങളിലും അതിൻ്റെതായ സ്നേഹവും സന്തോഷവും ആനന്ദവും ഒക്കെ പുലർത്തിയവരല്ലേ നമ്മൾ. എന്നിട്ട് ഇന്നെന്തായി? ഇന്നലകളിൽ പലരെയും സ്നേഹിച്ചവരും ചേർത്ത് പിടിച്ചവരും, ഇന്നലകളിൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്ന പലരെയും നമ്മൾ മാറ്റിയില്ലേ? സ്നേഹിക്കാൻ കൊള്ളാത്തവരെന്ന് കരുതി ഇങ്ങനെ മുദ്ര കുത്തി തള്ളിക്കളഞ്ഞില്ലേ? നമ്മുടെ ഹൃദയം വളരുവാണ് ചെയ്ത്, ചുരുങ്ങുവാണ് ചെയ്ത്. പ്രാർത്ഥിക്കാൻ, ദൈവമേ, ഒരു തുറവിയുള്ള ഹൃദയം എനിക്ക് തരണമേ. വിശാലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനെയും എന്നെ തള്ളിക്കളയാൻ പോകുന്നവനെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു ഹൃദയത്തിന്റെ വിശാലത ദൈവമേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ ദിവസങ്ങളില് മകളൊരു പ്രാർത്ഥനയാക്കി, ഒരു സുഹൃദയമാക്കിയിട്ട് മാറ്റുക. ഈശോയെ, എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ എളിമയും ശാന്തതയുള്ളതാക്കി മാറ്റുക.